നമസ്കാരം സാർ. നമ്മൾ ഈ തെരച്ചിലിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിലിന് ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ജിതിൻ പറഞ്ഞതുകൊണ്ട് നമ്മളും നേതാക്കളെയൊക്കെ വിളിക്കുകയും അതിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അവിടെയുള്ള തെരച്ചിലിൽ ഇപ്പോൾ SP അടക്കം അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട് എത്താത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങ് അത് അറിഞ്ഞിരുന്നോ? തീർച്ചയായും ടോട്ടല് നല്ല ഒരു ജാഗ്രത കുറയും വന്നിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്, കാരണം വളരെ ഗൗരവത്തിലെടുത്ത് ഇവരെ തെരച്ചിൽ ആരംഭിച്ചത്. നമ്മുടെ കേരളത്തിന്റെ ഒരുപാട് ടീമുകൾ കൂടി എത്തിയിട്ടുണ്ട്. അവർക്ക് പല മിഷണറീസ് കാര്യങ്ങളുടെ ആവശ്യകത അവർ ബോധിപ്പിച്ചപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഇവിടുത്തെ MLAയുമായും മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇന്ന് എന്തായാലും നമ്മളൊക്കെ പ്രാർത്ഥനാപൂർവ്വം കാത്തു നിൽക്കുന്നത് പോലെ അർജുൻ ജീവനോട് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. വളരെ വേഗതയിലാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഒരു ടീം വർക്കോട് കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. കർണാടകത്തിന്റെ CM കൂടി ഇന്ന് ഉച്ചയോടുകൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും നന്നായി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കത് വേഗത്തിലാക്കണം. ശ്രീ AKM അഷ്റഫ്, ഇപ്പോൾ കരസേന ബൽഗാവിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അങ്ങേക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? അഭിഷേക് എന്ന് പറയുന്ന അവരുടെ ഒരു ടീം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 1 മണിയോടുകൂടി എത്തും. അവരും കൂടി തെരച്ചിൽ ആരംഭിക്കുന്നു. ഇവിടെ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല കാലാവസ്ഥ, ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ വലിയ രീതിയിലുള്ള കല്ലുകൾ, ആ ഒറ്റ കല്ല് പോലും അതിനിടയ്ക്ക് ഒന്ന് താഴെ റോഡിൽ വീണാൽ അതെടുക്കാൻ 2-3 ഇറ്റാച്ചൊക്കെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ പ്രതികൂല സാഹചര്യവും നേരിട്ട് കാണുന്നുണ്ട്. എന്നാലും എല്ലാവരും ഒരു ടീം വർക്കോട് കൂടി ഇവിടുത്തെ MLA സതീഷ് ശൈല് അദ്ദേഹം നിയമസഭയിൽ പോകാതെ രാവും പകലില്ലാതെ ഇവിടെ തന്നെ തമ്പടിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത്. അതെ, സതീഷിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം സ്വന്തം വീട്ടിലെ ഒരാളെ തിരയുന്നത് പോലെയാണ് കഴിഞ്ഞ ദിവസം മുതലേ നിൽക്കുന്നത്. അതെ, അദ്ദേഹം എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം വളരെ ഞാൻ പറഞ്ഞു, നമ്മളെ ഇപ്പോൾ പ്രളയം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കൈകോർത്ത് പിടിച്ചുകൊണ്ട് നേരിട്ട ഒരു ജനതയാണ് കേരളീയർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം അർജുനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അർജുനെ തിരിച്ച് എല്ലാവരും ഒരു ടീം വർക്കോട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനും ഇന്നലെ രാത്രിയോട് കൂടി എത്തി എല്ലാ സ്പോട്ടും വിസിറ്റ് ചെയ്ത് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഇവർക്ക് വേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു കന്നഡക്കാരൻ കൂടിയാണ്. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ ഓരോ മിനിറ്റ് വെച്ച് ബന്ധപ്പെടുന്നുണ്ട്. ഓക്കെ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉടൻ തന്നെ എത്തുന്നുണ്ട് എന്ന് കേട്ടിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹവും എത്തുമായിരിക്കും അല്ലേ, സിദ്ധരാമയ്യ? അതെ, എത്തുമെന്നാണ് പറഞ്ഞത്. അങ്ങ് അവിടെ തന്നെ തുടരണമെന്ന് ഞാനും കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരാളാണ് ആ മണ്ണിനടിയിലുള്ളത്. അതെ, തീർച്ചയായും നമ്മളൊരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് അർജുനെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനും ഇവിടെ അർജുനെ കിട്ടാണ്ട് നാട്ടിലേക്ക് മടങ്ങുന്നില്ല. ഇന്നലത്തോടുകൂടി ഇവിടെ തമ്പടിച്ച് എന്തായാലും ഇന്ന് നമുക്ക് അർജുനെ ജീവനോടെ കിട്ടും. അങ്ങനെയുള്ള പ്രാർത്ഥനയിലാണ്. നമുക്കത് കിട്ടട്ടെ, ആ കുടുംബത്തിന്റെ കണ്ണീര് ഒരു പ്രാർത്ഥനയായി ഫലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, സതീഷ് സെയിൽ MLAയോടും പറയൂ, അദ്ദേഹം അവിടെ തുടരുന്നത് കൂടിയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കാരണം പ്രാദേശികമായി SP ഒക്കെ മാധ്യമ സംഘത്തെയൊക്കെ അവിടെ നിന്ന് വിരട്ടി ഓടിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളൊന്നും എത്തിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് മാറ്റുന്നതെന്ന് അറിയില്ല. അവർ സുരക്ഷാ ക്രമീകരണം എന്നൊക്കെയാണ് പറയുന്നത്. തത്സമയം നമ്മൾ ഈ ദൃശ്യങ്ങൾ എത്തിക്കുന്നതാണോ അതിനൊക്കെ തടസ്സമെന്നറിയില്ല. അക്കാര്യം കൂടി ഒന്ന് സതീഷ് സാറിനെ കൂടി ഒന്ന് അറിയിച്ചേക്കൂ. ഞാൻ സതീഷ് സെയിലോട് സംസാരിക്കാം മീഡിയസിന്റെ കാര്യത്തിൽ. തീർച്ചയായും. വളരെ നന്ദി ശ്രീ AKM അഷ്റഫ്.